മായ മാറാത്ത അങ്ങനെയല്ല, ലിറിക്സ് അതല്ല. മായ മാറാത്ത മാറത്തുള്ള മായേ, നൂറ് കേറാത്ത ദാറിൽ കേറും നൂറേ. ദാറ് പറഞ്ഞാല് വീട്, ദാറുൽ ഹുദ, ദാറുസ്സലാം. ദാറുൽ ഹുദ എന്ന് പറഞ്ഞാല് നേർവഴിയുടെ ഗേഹം. ദാറുസ്സലാം രക്ഷയുടെ ഗേഹം. നിങ്ങള് വിഷയത്തിൽ തന്നെ പറഞ്ഞേ. പാട്ട് പാടിക്കൊള്ളിന്ന്. മായ മാറാത്ത മാറത്തുള്ള മായേ. ഒരു വരി കറക്റ്റായി. എന്താ അറിയോ, എനിക്ക് പലപ്പോഴും നമുക്ക് പല ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ലേ ആളുകളുടെ ജീവിതത്തില്. അപ്പൊ എനിക്കെപ്പോഴും ഇൻസെക്യൂർ ആയിട്ടൊക്കെ തോന്നുന്ന ഒരു സാധനം, നമ്മൾ പാട്ട് പാടുമ്പോ എന്ത് ചെയ്യില്ല, വരി ഒന്നും ശരിയാവില്ല, വരിയൊക്കെ തെറ്റും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോ നമ്മളെ ഭയങ്കര ക്ലോസ് ഗ്രൂപ്പില് കുഴപ്പമില്ല. കാരണം എന്താണ്, ഞാൻ ഒരു പാട്ടും ഇന്നേ വരെ വരി ശരിയാക്കി പാടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതേ സമയത്ത് നമ്മളെ കുറിച്ച് അത്ര വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ പാടുമ്പോ എന്ത് ചെയ്യും, ഭയങ്കര വിഷയാവും. അങ്ങനെ ഒരിക്കലൊരു ഇതേപോലുള്ള ഒരു കൂട്ടത്തില് അന്ന് കുറച്ചാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പാടിയെന്ത്, വാർമുകിൽ കർണന്റെ ചുണ്ടിൽ. സാധാരണ ഞാൻ കൊല്ലം ഷാഫി മൂഡിലാ എടുക്കല്, പക്ഷെ ഇതെന്തോ ഒരു ഇതില് പാടിയതാ. അതിലെല്ലാരും സ്റ്റക്കായി പറഞ്ഞാൽ ആരും ഇങ്ങനെ ഇങ്ങനെ ഒരു സ്തബ്ധരാകാറില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച എന്തോ വലിയ അപരാധം സംഭവിച്ചു എന്നാ. അപ്പൊ പറയണെന്ത്, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഞാനത് വാർമുകിൽ കർണന്റെ ചുണ്ടിലായി പോയി. അപ്പൊ അല്ലാന്ന്, നമുക്ക് ആ വാക്കുകളും ഒക്കെ അങ്ങനെയുള്ളതല്ലേ. അപ്പൊ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ വരികളെ ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണ്ട എന്നൊക്കെ തോന്നും. ഇങ്ങനത്തെ പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് അടങ്ങാറുണ്ടാവല്ലോ. നിങ്ങളെന്താ ചെയ്യാ, പാട്ട് പാടല്ലേ? ഞാൻ പാട്ട് പാടും. നമുക്ക് ഞാൻ പറയട്ടെ, നമുക്കിപ്പോ പാട്ട് പാടുക എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. നമ്മൾ പാട്ട് പാടുന്നോണ്ട് ചിലപ്പോൾ നാട്ടുകാർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താണ്, പാട്ട് പാടാന്ന് പറയുന്നത് ഒരു ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യത്തോട് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഏറ്റവും വലിയ തടസ്സം എന്താണ്, വരികള്. ഈ കവി എഴുതിയ വരികളില് നമ്മൾ എന്ത് ചെയ്യണം, നിൽക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല്, മഴ പെയ്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ടൊരു സാധനം എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ ആലോചിക്കണത്, ഇപ്പോൾ അങ്ങനെ ഒരു ഓർമ്മശക്തി ഇല്ലാത്ത ഒരാൾക്ക് പാടണ്ടേ? പാടണം. അല്ല, പാട്ട് എന്ന് പറയുന്നത് വരികളിലൊന്നും അല്ല. നിങ്ങളെ അഭിപ്രായം എന്താ? ഞാൻ അതിന്റെ വക്താവാണ്. എന്ത് അപ്പൊ മൂളിപ്പാട്ട്, ബാത്റൂം സിംഗിങ് വരി അറിഞ്ഞിട്ടാ? അല്ലല്ലോ. നിങ്ങൾ ബാത്റൂം സിംഗർ ആണോ? ഞാൻ എല്ലാ സ്ഥലത്തൊന്നും പാടും. പക്ഷെ ഞാൻ പറയണെന്താ വെച്ചാല്, ഈ പ്രൊഫഷണൽ ആയിട്ട് വരിയുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അതൊക്കെ എന്താണ് ആസ്വദിക്കാൻ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് വരി തെറ്റിച്ച് പാടുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പ്രൊഫഷണലി തെറ്റാണ്, എത്തിക്കലി തെറ്റാണ്, എല്ലാം കൊണ്ടും തെറ്റാണ്. എഴുത്തുകാരനോട് ചെയ്യുന്ന തെറ്റാണ് നമ്മളെ. പക്ഷെ നമ്മളെ ഒരു എന്താണ്, നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ മൂളുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ വരികളിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. എന്റെ ഒരു സങ്കല്പത്തില് അതൊരു അപരവൽക്കരണമാണ്. കാരണം എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ പരീക്ഷയില് ഇപ്പൊ എന്റെ ഒരു സങ്കല്പത്തില് നമ്മളെ സൊസൈറ്റിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഇതൊക്കെ ഒരു സൊസൈറ്റിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ആരാണ് മിടുക്കൻ, ആരാണ് മിടുക്കി, ആരാ മിടുക്കൻ, ഒരു ഭയങ്കര എന്റെ സൈക്കോളജിക്കൽ ചിന്തയൊന്നും അല്ലാണ്ട് ഒരു സാധാരണ ഒരു സോഷ്യൽ ആനിമൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ നാട്ടിലൊരു ചങ്ങായിട്ട്, നമ്മളെ നാട്ടിലെങ്ങനെയാ ഒരു മിടുക്കൻ മിടുക്കി എന്ന് പറയണത് ആരാ? ചോദ്യം ചോദിച്ച ഉത്തരം പറയണ പരീക്ഷയ്ക്ക് മാർക്ക് കുട്ടികളും മിടുക്കന്മാരായിരിക്കും അല്ലേ? അതായത് പരീക്ഷയിൽ മാർക്ക് നല്ലോണം ഉണ്ടെങ്കിൽ മിടുക്കൻ മിടുക്കി. പക്ഷെ പരീക്ഷ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കറിയാലോ, ലോകത്ത് നടക്കുന്ന ഏറ്റവും ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സ്കാമാണ് പരീക്ഷ അല്ലേ? അല്ല, മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന അത്രേ. ഇപ്പൊ ഞാൻ പറയട്ടെ, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, അപ്പൊ ഒരു പരീക്ഷ, ഇപ്പൊ പരീക്ഷന്റെ തലേന്നൊക്കെയാണല്ലോ ആളുകൾ, അല്ലെ തലേന്ന് 1-2 ദിവസം മുമ്പൊക്കെയാണല്ലോ ആളുകൾ നോർമലി ഒരു ലേണിംഗ് സ്റ്റഡിങ് പ്രിപ്പറേഷൻ പാറ്റേൺ ഉണ്ടാവുക.
അപ്പൊ ആ തലേന്നൊക്കെ ഒരു ചങ്ങായിക്ക് ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ശാരീരിക അസ്വസ്ഥത, അല്ലെങ്കിൽ ഒരു മാനസിക അസ്വസ്ഥത, അല്ലെങ്കിൽ ഇനി ഒന്നും പോട്ടെ ഒരു പീരീഡ്സ് ആയിട്ട് വയറുവേദന, ഈ മൂഡ് സ്വിംഗ് ഒക്കെ ഉണ്ടാവല്ലോ. കോളേജ് പഠിക്കുമ്പോ അങ്ങനെ ഒരു എക്സാമിനൊക്കെ തലേന്നാ പഠിക്കുക, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അല്ലേ. അപ്പോ അങ്ങനെ ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ ഒരു മൂഡ് ഇഷ്യൂ ഉള്ള ഒരു ചങ്ങായി പരീക്ഷ എഴുതിയിട്ട് ഓന് എന്താണ് കിട്ടണ മാർക്കും ആ ഇഷ്യൂ ഇല്ലാണ്ട് എഴുതുന്ന ഒരാൾക്ക് കിട്ടുന്ന മാർക്കും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇയാൾക്ക് മാർക്ക് കുറയാനുള്ളൊരു കാരണം എന്താണ്? ഇയാളെ സാഹചര്യം ഇയാൾക്ക് അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേറെ ചോദ്യമൊക്കെ ഉണ്ട്, ഒക്കെ പഠിപ്പിച്ചൊന്നും തന്നെ പഠിക്കണ്ടേന്നുള്ള. എല്ലാവരും അതൊക്കെ ഒരു ഉട്ടോപ്യൻ സിസ്റ്റം അല്ലേ, ഒരു ഐഡിയൽ സാധനല്ലേ, അതൊന്നും നടക്കൂലല്ലോ. അപ്പോ ചില കുട്ടികൾ ഉണ്ടാവൂലേ ഈ മെമ്മറി ഇഷ്യൂ ഉള്ളത്, ഭയങ്കര കഴിവുണ്ടാവും, ചിന്തിക്കാൻ കപ്പാസിറ്റി ഉണ്ടാവും, എന്താണ് ആർട്ടിക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്താണ് പർട്ടിക്കുലർ സാധനങ്ങളെ മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത ഇത് അതൊരു ഇപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പരിഹാരമായിട്ടുള്ളത് നമുക്ക് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടി വരണം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം നടക്കും. ഓപ്പൺ ബുക്ക് എക്സാം നടത്തുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൻസേഴ്സാണ് കുട്ടികൾ എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ആൻസർ ഒന്നായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അത് ഇപ്പം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന മാഷന്മാർ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ഇവാലുവേറ്റ് ചെയ്താൽ മതിയാവില്ല. അപ്പൊ ഞാൻ ചെറിയൊരു എന്താ പറയാ, എനിക്ക് പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട്, നമ്മൾ ഉമ്മാനെ പോലെ കാണുന്ന നമ്മളെ അയൽവക്കത്തുള്ള ഒരു ടീച്ചർ, ജുവേരിയ ടീച്ചർ. ജുവേരിയാത്ത നമ്മൾ പറയാം. ജുവേരിയാത്ത കഴിഞ്ഞ ഞാൻ ലീവിന് വന്നപ്പം ജുവേരിയാത്താനെ കണ്ടപ്പോൾ ജുവേരിയാത്ത SLC എക്സാമിന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എൻ്റെ ടീച്ചിങ് കരിയറിൽ ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കറിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, SLC എക്സാമിന് ഇൻവിജിലേഷൻ ഡ്യൂട്ടി ചെയ്യുന്നതാണ് ടീച്ചർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സാധനം, ഇഷ്ടമല്ലാത്ത സാധനം. അപ്പം എൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ ഈ 10 കൊല്ലം ഈ കുട്ടി പഠിച്ച സാധനത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ 2 മണിക്കൂറിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 മണിക്കൂറിൽ ഇവര് പല രീതിയിലായിരിക്കും കുട്ടികൾ, പല മെമ്മറി കപ്പാസിറ്റി പല രീതിയിലാണ്. ഇപ്പൊ ചില കുട്ടികൾ കോപ്പി അടിക്കുന്നു. അപ്പൊ ടീച്ചർക്ക് കോപ്പി അടിക്കുന്ന കുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കാനൊന്നും ചിലപ്പോൾ തോന്നൂല. ചിലപ്പോൾ ആ കോപ്പി ഇപ്പോഴും വാങ്ങി വെക്കും, സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. പിന്നെ ഒരു ദിവസം ഒരു പയ്യൻ ഭയങ്കര ക്ഷീണിച്ചിരുന്ന് എക്സാം എഴുതുന്നുണ്ട് അത്രേ. അപ്പൊ ടീച്ചർക്ക് കിട്ടിയ ചായ ടീച്ചർ ഓന് കുടിക്കാൻ കൊടുത്തു. അപ്പൊ തലേ ദിവസം പണിക്ക് പോയതാണല്ലോ. അപ്പൊ ഇങ്ങനെ, അതായത് പരീക്ഷയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. പരീക്ഷ വേറൊരു മെക്കാനിസം ഇല്ലാത്ത പോലെയാണ്. മെക്കാനിസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മൊത്തത്തില് അക്കാദമിക് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പൊളിച്ചു പണിയേണ്ടി വരും, ഇവാലുവേഷൻ. അപ്പൊ ടീച്ചർ സജഷൻ വെച്ച് എങ്ങനെയാണ്, ശരിക്ക് നമ്മുടെ സ്കൂളിലേക്ക് ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക് എക്സാമിന് വരിക വേറെ സ്കൂളത്തെ ടീച്ചറാണല്ലോ. ഈ പരിപാടി ഭയങ്കര അബദ്ധമാണെന്നാണ് ടീച്ചർ പറയുന്നത്. ടീച്ചർ പറയുന്നത്, നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഈ പരീക്ഷയെ കൂടി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മെക്കാനിസത്തിലൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട്, ഓക്കെ ഈ കുട്ടി 10ാം ക്ലാസ് പാസ്സാവാൻ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ അപ്പുറത്തേക്ക് പോവാൻ എലിജിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ നമ്മളാണ് അവർ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇത്രയും കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നിങ്ങൾ വേറൊരു കാര്യത്തിൽ അപ്പൊ ശരിക്കും ഈ മിടുക്കി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ മാർക്കിന്റെ അപ്പൊ മാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ആസ്പെക്ട് മെമ്മറി ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മെമ്മറൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരുത്തനും പാട്ട് പാടണം, ഓനും എന്താണ് മിടുക്കിയാണ്. അപ്പൊ അത് അംഗീകരിക്കാത്തൊരു സൊസൈറ്റി ആണല്ലോ നമ്മളത്. അപ്പോ എനിക്കിപ്പോ എന്താണ് വരികൾ ഓർത്ത് വെക്കാൻ കഴിവില്ല. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യും, ഫില്ലിംഗ് ആയിട്ട് ചിലപ്പോ അന്നേരം മനസ്സിൽ വരുന്ന സാധനങ്ങൾ വെക്കും. ഇപ്പൊ ഈ മുമ്പ് തന്നെ നമ്മളെ വൻ വിഷയം ഉണ്ടായിനി, ആരാധികയല്ലേ അത്, അത് എന്തിനാ ഒരുപാട് ആശകൾ തൻ മൺ കോണിയുമായി ശരിക്കത് മൺ തോണിയുമായാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സംഭവമൊക്കെ മൺതോണിയും മൺകോണിയും മണ്ണിന്റെ വ്യത്യാസമുണ്ട്. അല്ല, മണ്ണിന്റെ തോണി ഉണ്ടാക്കാമെങ്കിൽ മണ്ണിന്റെ കോണി ഉണ്ടാക്കിക്കൂടെ? മൺതോണി എന്തിന്, ആശകൾ തൻ മൺ തോണിയുമായി തൻ തോണിയുമായി തുഴഞ്ഞകലെ പോയിടാ എന്റെ ആ പാട്ട്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തതെന്ന് അറിയോ, ഈ വരികളെ ഓർത്ത് വെക്കാൻ പറ്റാത്ത ആളുകൾക്കും പാട്ട് പാടാനും എന്താണ് മറ്റുള്ളവരെ മുമ്പിൽ ചെറുതായിട്ട് മൂളാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പണ്ടൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ലാലാ മൂവ്മെന്റ്, ലാലാ ബാൻഡ്. അതിന്റെ ഒരു വിറ്റ് എന്താ വെച്ചാല്, പിന്നെ
ഏത് പാട്ടും പാടാം. വരിയാണ് ആലോചിച്ച് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് പകരം ലാ വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടില് ലാ എന്നുള്ളൊരു അറിയാത്തടത്ത് ലാ വെക്കാണോ അതോ മൊത്തം ലാ വെക്കാം? മൊത്തം ലാ വെക്കാം. അപ്പോ അങ്ങനെയാണ് എന്ത് ലാലാ ബാൻഡ് ഉണ്ടായത്. പക്ഷെ അതിന് ഈ സമൂഹം പുച്ഛിച്ചു തള്ളി. ഒന്നിനെ പ്രോത്സാഹിപ്പിക്കാത്തൊരു ടീം കേട്ടോ. അതായത് എല്ലാ വാക്കുകളിലും ലാലാ കുത്തിക്കയറ്റ. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞേ ലല്ലാ ഏതെങ്കിലും പാട്ട് നമ്മള് അങ്ങനെ ഏതൊരു വാക്കിന്റെ കൂട്ടില് എന്ത് ചെയ്താൽ മതി, ലാ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റുമോ? അപ്പൊ വരികൾ വേണ്ട, വരികൾ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആസ്വദിക്കാം. അങ്ങനെയാണ്. പക്ഷെ അതൊന്നും വളർന്നില്ല. അല്ലെങ്കിൽ സമൂഹം ശരിയില്ല. നിങ്ങള് അല്ല അത് ശരിയില്ല. എല്ലാവിധ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെ ആയിരിക്കണം നമ്മുടെ യുദ്ധം. കാരണം ലാല തുടങ്ങിയ സമയത്ത് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ലാല എന്തുകൊണ്ട് ലാല. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതേപോലെ എന്താണ് മാറ്റി നിർത്തപ്പെട്ടതാണ് മറ്റേ കുട്ടിശങ്കരന്റെ ലാല. ഏത് കുട്ടിശങ്കരൻ? കുട്ടിശങ്കരൻ അറിയില്ല? ശങ്കർദാസ് എടോ, ശങ്കർദാസ് ഐക്യരാവണിലെ മറ്റേത് അറിയില്ലേ, വെറുത്തൊടുവിൽ നീ എന്നെ സ്നേഹിക്കുന്ന. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കരനോട് എനിക്ക് ലേശം ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പൊ ആ കുട്ടിശങ്കരെ ഭയങ്കര അപകർഷതയോടുകൂടിയും എന്താണ് സൊസൈറ്റിയോടുള്ള ഒരു ഇതും കൊണ്ടൊക്കെയാണ് നാട് വിട്ട് പോണത്. പിന്നെ മൂപ്പര് അതിനായിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വന്ന് പൈസക്കാരനായിട്ട് അങ്ങനെ ഐ മീൻ ഒരു സൊസൈറ്റിനോടുള്ള ഒരു സാധനം കാണിക്കണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് ആളാവാനായിട്ട് പാട്ടുണ്ടാക്കാണ്. ഏത് സിനിമ ഇറക്കാണ്. അപ്പൊ ആ സിനിമയില് പാട്ട് കൊടുത്തിട്ട് മൂപ്പര് പറയുന്നത് അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അന്ന് മൂപ്പരാണ് എന്ത് ചെയ്തത്, ഈ ലാല പാടിയിട്ട് മാറ്റി നിർത്തപ്പെട്ട. അപ്പൊ അതിനോടുള്ളൊരു പ്രതിഷേധം കൂടി ഇനി ലാലാ ബാൻഡ്. പക്ഷെ എവിടെ എത്തിയില്ല. ഇനിയും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് വെറുതെ മറ്റേ ഏതോ സിനിമ പറയില്ലേ, കഴിവില്ലാത്തവരോട് കഴിവില്ല എന്ന് പറയുന്നവനാണ് ആ സുഹൃത്ത്. വെറുതെ ആത്മവിശ്വാസം തന്നിട്ട് പല തവണ എന്റെ ആത്മവിശ്വാസം കുഴിച്ചടിച്ചവനാണ്. അത് കറക്റ്റാണ് എന്റെ കാര്യത്തില്. നിങ്ങളെ കാര്യത്തിലോ? ഞാൻ PhD ചെയ്യണേ. PhD ഒക്കെ ഒരു വലിയ കുഴിയല്ലേ. അപ്പൊ ഏതായാലും നമ്മള് പറഞ്ഞെന്താ വെച്ചാല്, നമ്മളേതായാലും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. ഇജാതി തള്ളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേഗത്തു. സ്പീഡ് കൂടിയില്ലേ ഇപ്പൊ? മൈലേജ് കൂടും. മൈലേജ് കൂടി ഇപ്പൊ 13.13 ആവും. കാരണം എന്താണെന്ന് വെച്ചാല് തള്ളു നമ്മള് വണ്ടി എൻജിൻ പ്രവർത്തിച്ചില്ലേലും നമ്മളിങ്ങനെ ഹൈബ്രിഡിലെ. ഏതായാലും നമ്മളെന്തായാലും നമ്മളെ ഈ ഒരു യാത്ര നമ്മൾ തുടരുന്നു. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇപ്പം നിങ്ങളിങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇങ്ങനെ ചാനലുള്ളത് ചാനലുണ്ടോ? അപ്പൊ ഈ തൊള്ളപടായി ഒക്കെ കേട്ട് നമ്മുടെ ഈ ഒരു യാത്ര നമുക്ക് മുമ്പോട്ട് പോവാം.